ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതാ ഈ ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് അവൽ കൊണ്ടാണ്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അതുപോലെ നല്ല ക്രിസ്പിയാണ്, പിന്നെ ഹെൽത്തി കൂടെ ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. അപ്പം നമുക്കിതിലേക്ക് ആദ്യം തന്നെ എള്ള് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എള്ള് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ എള്ളിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല, നമുക്ക് ആവശ്യത്തിനുള്ള എള്ള് വറുത്തെടുക്കാം. ഞാനിപ്പോൾ എടുക്കുന്നത് 1 ടേബിൾ സ്പൂണ് എള്ളാണ്. അപ്പോൾ ഞാനിതിലേക്ക് കാണിക്കുന്ന ഈ ഒരു കപ്പളവുണ്ടല്ലോ, ഇതിലിപ്പോൾ 2 ടേബിൾ സ്പൂൺ കൊള്ളും. അപ്പോൾ ഞാൻ ഇതിൻ്റെ പകുതി എടുക്കുന്നുള്ളൂ, അതായത് 1 ടേബിൾ സ്പൂണ്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഈ എള്ള് മുഴുവനായിട്ടും വറുത്ത് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് അവലാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടെ ഇതിൽ ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. പിന്നെ നമ്മളിത് വറുത്തെടുക്കുമ്പോൾ ഒരു സാധനം കൂടെ അതിലേക്ക് ചേർക്കാനുണ്ട്, അതായത് പഞ്ചസാര കൂടെ ചേർക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വറുക്കുമ്പോൾ ആ വറവ് മുഴുവനാവാതെ, അതായത് ഈ അവൽ ഒന്ന് ചൂടാവുമ്പോഴേക്കിനും നമുക്കിതിലേക്ക് പഞ്ചസാര ചേർക്കണം കേട്ടോ. അതായത് ഒരു 2 ടീസ്പൂണോളം പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കൂടെ ചേർത്തിട്ട് വേണം നമുക്ക് മുഴുവനായിട്ടും വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, തീ കുറച്ച് വെച്ചിട്ട് തന്നെ വറുത്തെടുക്കണം. പിന്നെ നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ള പഞ്ചസാര ഉണ്ടല്ലോ, അത് സാവധാനം അലിഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അത് മുഴുവനും അലിയണം. അതുവരെ നമ്മളിത് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. തീ കുറച്ച് വെച്ച് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഈ പഞ്ചസാര മുഴുവനും ഇതിലേക്ക് അലിഞ്ഞ് ഈ അവലിൽ മുഴുവനും ചേരുമ്പോഴാണ് ഇത് നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് ചേരുന്നുണ്ട് ഇതിലേക്ക്. അപ്പോൾ ഇനി ഇതിൻ്റെ വറവൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ ഒരു കളർ തന്നെ മാറിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് നെയ്യ് കൂടെ ഒഴിച്ച് കൊടുക്കണം. 1 ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നെയ്യ് ചൂടായതിന് ശേഷം നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കണം. അപ്പോൾ അണ്ടിപ്പരിപ്പ് ഞാൻ ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്, അതൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അണ്ടിപ്പരിപ്പ് ഒന്ന് ജസ്റ്റ് ചൂടായതിന് ശേഷം മുന്തിരി കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് വറുത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിലായിട്ട് വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അതായത് ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകുന്നതാണ്. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് തന്നെ വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പണി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അവലുണ്ടല്ലോ, അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ അവൽ മുഴുവനും ഞാനതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും അതുപോലെ എള്ളും അതിൽ ആ നെയ്യൊക്കെ ഉണ്ടല്ലോ, അത് മുഴുവനായിട്ടും ഈ അവലിലൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് മുഴുവനും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്നാക്സിൻ്റെ പണി ഇവിടെ കഴിയും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്കിത് കിട്ടും. പിന്നെ അതുപോലെ നമ്മളിപ്പോൾ പെട്ടെന്നൊന്ന് തണുക്കൂല, ഒരു കുപ്പിയിലാക്കി നല്ലപോലെ ഒന്ന് അടച്ച് വെച്ചാൽ മതി. ഒരു ദിവസത്തിലേറെ ഇത് നിൽക്കും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അതുപോലെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് കൂടെയാണ് കേട്ടോ. പിന്നെ ഈ വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് അപ്പോൾ തന്നെ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പി ആയിട്ട് വേറൊരു വീഡിയോയിൽ കാണാം.